പുലരിയുടെ ആദ്യ കിരണങ്ങൾ നഗരത്തിന്റെ ഉയരം കൂടിയ കെട്ടിടങ്ങളെ തൊട്ടുണർത്തുമ്പോൾ രാഘവൻ തന്റെ ദിവസത്തിന് തുടക്കം കുറിച്ചു. തെരുവു വിളക്കുകളുടെ മങ്ങിയ വെളിച്ചത്തിൽ കയ്യിലുള്ള നിറമുള്ള ലോട്ടറി ടിക്കറ്റുകൾ എണ്ണുമ്പോൾ അയാളുടെ ഹൃദയത്തിൽ പ്രതീക്ഷയുടെ ഒരു തിളക്കമുണ്ടായിരുന്നു. ഓരോ ടിക്കറ്റും വെറും കടലാസായിരുന്നില്ല, അത് അയാളുടെ സ്വപ്നങ്ങളായിരുന്നു. ഒരു പുതിയ വീട്ഭാര്യയുടെ കയ്യിൽ ഒരു സ്വർണ്ണവളമകന്, ഡൽഹിയിൽ ഒരു പുതിയ ജീവിതം തുടങ്ങാൻ കുറച്ചു പണം. ഈ സ്വപ്നങ്ങളാണ് വർഷങ്ങളായി രാഘവന്റെ ജീവിതം മുന്നോട്ടു കൊണ്ടുപോയത്. നഗരത്തിലെ തിരക്കേറിയ കവലയിൽ തന്റെ സ്ഥിരം സ്ഥാനത്തുനിന്ന് അയാൾ യാത്രക്കാരെ നോക്കി പുഞ്ചിരിച്ചു. കാറുകളുടെയും ബസ്സുകളുടെയും തിരക്കിൽ ഓരോ ടിക്കറ്റും വിൽക്കുമ്പോൾ അയാൾ ജീവിതത്തിന്റെ ഓരോ ഭാഗം വിൽക്കുകയാണെന്ന് തോന്നി. അധ്വാനത്തിന്റെ വിയർപ്പ് തുള്ളികൾക്കിടയിലും അയാൾ സന്തോഷവാനായിരുന്നു. കാരണം തന്റെ കുടുംബം സുരക്ഷിതമാണെന്ന് അയാൾ വിശ്വസിച്ചു. വൈകുന്നേരങ്ങളിൽ ലോട്ടറി വിൽപ്പന കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഭാര്യയുടെ മുഖത്തെ പുഞ്ചിരി അയാളുടെ എല്ലാ ക്ഷീണവും ഇല്ലാതാക്കും. മകന്റെ വിളി വരുമ്പോൾ ഡൽഹിയിലെ ജീവിതത്തെക്കുറിച്ചുള്ള അവന്റെ വാക്കുകൾ കേട്ട് അവർ രണ്ടുപേരും സന്തോഷിക്കും. അച്ഛാ, ഞാൻ ഇവിടെ സുരക്ഷിതനാണ്. ഞാൻ വേഗം തന്നെ അച്ഛനെയും അമ്മയെയും എന്റെ കൂടെ കൊണ്ടുപോകും എന്ന് അവൻ പറയുമ്പോൾ രാഘവൻ അഭിമാനത്തോടെ ചിരിക്കും. അവന്റെ വാക്കുകൾ രാഘവന്റെ ജീവിതത്തിന് കൂടുതൽ അർത്ഥം നൽകി. മകൻ ഇന്ന് ഡൽഹിയിൽ നല്ലൊരു ജോലിയിൽ പ്രവേശിച്ചു. അവനെക്കുറിച്ചോർക്കുമ്പോൾ രാഘവന്റെ കണ്ണുകളിൽ തിളക്കം വരും. അവനാണ് തന്റെ ഏറ്റവും വലിയ ഭാഗ്യം. രാവിലെ രാഘവന്റെ ജീവിതം സാധാരണ പോലെയായിരുന്നു. സൂര്യൻ ഉച്ചത്തിൽ ഉദിച്ചുയർന്നു. ആളുകൾ തിടുക്കത്തിൽ ജോലിക്ക് പോവുകയും വരികയും ചെയ്തു. ട്രാഫിക് ലൈറ്റിന് അടുത്തുള്ള രാഘവന്റെ സ്ഥലം ഒരു ചെറിയ ദ്വീപ് പോലെയായിരുന്നു. ഒരു ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നതിനിടയിൽ ഒരു കറുത്ത ആഡംബര കാർ ഭ്രാന്തമായ വേഗതയിൽ അവിടേക്ക് പാഞ്ഞു വന്നു. കാറിന്റെ ശബ്ദം കേട്ട് രാഘവൻ പരിഭ്രാന്തനായി. കാറ് പാഞ്ഞു പോകുമ്പോൾ രാഘവന്റെ കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റുകൾ കാറ്റിൽ പറന്നു. ടിക്കറ്റുകൾ ചിതറിക്കിടക്കുന്ന റോഡിൽ രാഘവൻ തളർന്നുപോയി. അയാൾക്ക് ആ നിമിഷം കാലിൽ ബലമില്ലാതായതുപോലെ തോന്നി. കാർ ട്രാഫിക് ലൈറ്റിൽ നിന്നു. അതിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ ഇറങ്ങി. രാഘവൻ ടിക്കറ്റുകൾ എടുക്കാൻ കുനിഞ്ഞപ്പോൾ ചെറുപ്പക്കാരൻ അഹങ്കാരത്തോടെ സംസാരിച്ചു. നിനക്ക് കണ്ണുകാണില്ലേ, ഒരു ഭ്രാന്തൻ ടിക്കറ്റുകൾ വിൽക്കാൻ നടുറോഡിൽ നിൽക്കണോ? അയാൾ ആക്രോശിച്ചു. രാഘവൻ ഭയത്തോടെ അവനെ നോക്കി. എന്റെ ടിക്കറ്റുകൾ എന്നയാൾ പതിയെ പറഞ്ഞു. നിന്റെ ടിക്കറ്റോ? നിനക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. പോലീസിൽ പോയി പരാതി കൊടുക്കാൻ ധൈര്യമുണ്ടോ എന്ന് അയാൾ രാഘവനെ ഭീഷണിപ്പെടുത്തി. രാഘവൻ നിസ്സഹായനായി തലകുനിച്ചു. റോഡിൽ ചിതറിക്കിടക്കുന്ന ടിക്കറ്റുകൾക്ക് അയാളുടെ ജീവിതത്തേക്കാൾ വിലയുണ്ടായിരുന്നു. ഓരോ ടിക്കറ്റും മകന്റെ സ്വപ്നങ്ങളും ഭാര്യയുടെ ആഗ്രഹങ്ങളും സ്വന്തം ജീവിതവുമായിരുന്നു. ടിക്കറ്റുകൾക്ക് മുകളിലൂടെ കാറുകൾ ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ രാഘവൻ തളർന്നുപോയിരുന്നു. അവന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് തുച്ഛമായ പണം മാത്രം. അവന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും അവന്റെ മുൻപിൽ ഇല്ലാതാവുകയായിരുന്നു. ഈ സംഭവം ഒരു ലോട്ടറി വിൽപ്പനക്കാരന്റെ ദുരിതത്തെ മാത്രമല്ല, ഒരു സാധാരണക്കാരന്റെ എല്ലാ സ്വപ്നങ്ങളും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നത് കാണിച്ചു തരുന്നു. രാഘവൻ തളർന്ന ശരീരവുമായി റോഡിന്റെ അരികിൽ നിന്ന് ചിതറിക്കിടക്കുന്ന ലോട്ടറി ടിക്കറ്റുകളിലേക്ക് നോക്കി. തളർന്ന ശരീരവും തകർന്ന മനസ്സുമായിട്ടാണ് രാഘവൻ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നത്. സാധാരണക്കാരനായ തനിക്ക് നീതി ലഭിക്കാനുള്ള ഒരേയൊരു മാർഗം നിയമം മാത്രമാണെന്ന് അയാൾ വിശ്വസിച്ചു. വാതിൽ കടന്ന് അകത്തേക്ക് കയറിയപ്പോൾ പോലീസുകാരുടെ ഗൗരവമേറിയ മുഖങ്ങൾ അയാളെ ഭയപ്പെടുത്തി. ഒരാളോട് കാര്യം പറഞ്ഞപ്പോൾ അയാൾ പുച്ഛത്തോടെ രാഘവനെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി. ലോട്ടറി ടിക്കറ്റുകൾ നഷ്ടപ്പെട്ടതിന് പരാതി പറയാൻ വന്നതാണോ? വല്ല പണിയും ചെയ്ത് ജീവിക്കാൻ നോക്ക്, അയാൾ പരിഹസിച്ചു. രാഘവൻ തന്റെ നിസ്സഹായത വിവരിച്ചു. കാറോടിച്ച ചെറുപ്പക്കാരന്റെ അഹങ്കാരത്തെക്കുറിച്ചും തനിക്ക് നേരിട്ട അപമാനത്തെക്കുറിച്ചും അയാൾ വിറയലോടെ പറഞ്ഞു. എന്നാൽ രാഘവൻ സംസാരിച്ചു നിർത്തിയപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥൻ ഫോണെടുത്ത് ഒരു കാൾ ചെയ്തു. സാർ, ഒരു ലോട്ടറി വിൽപ്പനക്കാരൻ നിങ്ങളുടെ മകനെതിരെ പരാതി പറയാൻ വന്നിട്ടുണ്ട് എന്ന് അയാൾ വിനയത്തോടെ ഫോണിൽ സംസാരിച്ചു. നിമിഷങ്ങൾക്കകം ഉദ്യോഗസ്ഥന്റെ ഭാവം മാറി. രാഘവൻ ഭയന്നു. ഇതൊരു സാധാരണ പ്രശ്നമാണ്, പോയി വീട്ടിൽ കിടന്നുറങ്ങാൻ നോക്ക് എന്ന് അയാൾ രാഘവനോട് ദേഷ്യപ്പെട്ടു. നിനക്കറിയാമോ ഇത് ആരുടെ കാറാണെന്ന്? അയാൾ പറഞ്ഞതനുസരിച്ച് നീ ഒരു ഭ്രാന്തനാണ്. നീ റോഡിൽ നിന്ന് മാറിയതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെ അറസ്റ്റ് ചെയ്യുമായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥന്റെ വാക്കുകൾ രാഘവന്റെ ഹൃദയത്തിൽ തറച്ചുകയറി. തന്റെ സ്വപ്നങ്ങളല്ല, മറിച്ച് തന്റെ ജീവിതം തന്നെയാണ് തകർന്നതെന്ന് അയാൾക്ക് തോന്നി.
നീതിയുടെ വാതിലുകൾ തനിക്ക് വേണ്ടി അടയ്ക്കപ്പെട്ടിരിക്കുന്നുവെന്ന് അയാൾ വേദനയോടെ തിരിച്ചറിഞ്ഞു. പോലീസ് സ്റ്റേഷനിലെ അപമാനം റോഡിലെ അപമാനത്തേക്കാൾ വലുതായിരുന്നു. അയാൾക്ക് താൻ ഈ ലോകത്തിൽ ഒറ്റയ്ക്കാണെന്ന് തോന്നി. തന്റെ എല്ലാ വിശ്വാസങ്ങളും തകർന്ന ഒരു നിമിഷമായിരുന്നു അത്. ഡൽഹിയിലെ തിരക്കേറിയ തെരുവുകളിൽ പോലും ഒരുതരം അച്ചടക്കമുണ്ട്. അർജുൻ തന്റെ ജീവിതം ഓരോ സെക്കൻഡും കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ടതായിരുന്നു. എന്നാൽ അന്ന് വൈകുന്നേരം വീട്ടിൽ നിന്ന് വന്ന ഒരു ഫോൺ കോൾ അവന്റെ പതിവ് ചിട്ടകളെല്ലാം തെറ്റിച്ചു. അച്ഛനായിരുന്നു ഫോണിൽ. സാധാരണ ശബ്ദത്തിലെ സന്തോഷമില്ലാത്ത അച്ഛന്റെ വാക്കുകൾ അർജുനെ പരിഭ്രാന്തനാക്കി. "അച്ഛാ, എന്തുപറ്റി? എന്തിനാണ് ഇത്ര വിഷമത്തിൽ സംസാരിക്കുന്നത്?" അവൻ ചോദിച്ചു. രാഘവൻ നടന്ന സംഭവങ്ങളെല്ലാം വിറയലോടെ വിവരിച്ചു. ലോട്ടറി ടിക്കറ്റുകൾ ചിതറിയതിനെക്കുറിച്ചും രാഷ്ട്രീയ നേതാവിന്റെ മകന്റെ അഹങ്കാരത്തെക്കുറിച്ചും പോലീസുകാർ അപമാനിച്ച് തിരിച്ചയച്ചതിനെക്കുറിച്ചും അയാൾ പറഞ്ഞു. രാഘവൻ പറഞ്ഞു നിർത്തിയപ്പോൾ അർജുൻ നിശബ്ദനായി. അവന്റെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നതുപോലെ അവന് തോന്നി. സ്വന്തം അച്ഛന് നീതി നിഷേധിക്കപ്പെട്ട ഡൽഹിയിലെ തന്റെ ജോലിയിൽ നിന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന ചിന്ത അവനെ വല്ലാതെ അലട്ടി. അവന്റെ ഔദ്യോഗിക പദവി രാജ്യത്തിന്റെ നിയമങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണല്ലാതെ ഒരു വ്യക്തിപരമായ കാര്യത്തിനു വേണ്ടിയുള്ളതല്ല. ഈ ചിന്ത അവനെ തളർത്തി. "അച്ഛാ, നിങ്ങൾ വിഷമിക്കണ്ട. എനിക്കെല്ലാം മനസ്സിലായി. ഇനി ഈ വിഷയം ഞാൻ നോക്കിക്കോളാം" എന്ന് അർജുൻ ശാന്തമായി പറഞ്ഞു. അവന്റെ വാക്കുകളിൽ ഒരു പ്രതികാരമുണ്ടായിരുന്നില്ല, മറിച്ച് അനീതിക്കെതിരായ ഒരു ദൃഢനിശ്ചയം മാത്രമായിരുന്നു. ഇത് ഒരു വ്യക്തിപരമായ പ്രശ്നമല്ല, മറിച്ച് അനീതിക്കെതിരായ ഒരു പോരാട്ടമാണെന്ന് അവൻ മനസ്സിലാക്കി. അവന്റെ അച്ഛന്റെ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ സാധാരണക്കാരന്റെ ശക്തിയെ ഉയർത്തിക്കാട്ടാൻ അവൻ തീരുമാനിച്ചു. അതായിരുന്നു ആ നിമിഷം അവന്റെ ലക്ഷ്യം. അർജുൻ അന്ന് രാത്രിയിൽ അധികം ഉറങ്ങിയില്ല. അവന്റെ മനസ്സു നിറയെ പോലീസുകാർ അച്ഛനെ അപമാനിച്ച വാക്കുകളായിരുന്നു. അവൻ തന്റെ ഔദ്യോഗിക ഫോണെടുത്ത് ഒരു പ്രധാനപ്പെട്ട കോണ്ടാക്റ്റിലേക്ക് വിളിച്ചു. മകന്റെ രംഗപ്രവേശം ആ നോവലിന്റെ വഴിത്തിരിവായി. അവൻ നേരിട്ടൊരു പ്രതികാരത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് പകരം നിയമത്തിന്റെ വഴിയിൽ നീതി നടപ്പാക്കാനുള്ള അവന്റെ തീരുമാനം അവന്റെ ധാർമ്മിക ബോധത്തെ ഉയർത്തിക്കാട്ടുന്നു. അർജുന്റെ കോൾ ചെന്നെത്തിയത് കേന്ദ്ര സർക്കാരിന്റെ ഉന്നത ഉദ്യോഗസ്ഥന്റെ അടുത്തേക്കാണ്. ഫോണിന്റെ മറുപുറത്ത് അർജുൻ കാര്യങ്ങൾ വ്യക്തവും സംക്ഷിപ്തവുമായി അവതരിപ്പിച്ചു. അതൊരു വ്യക്തിപരമായ പരാതിയല്ല, മറിച്ച് ഒരു സാധാരണക്കാരന് നീതി നിഷേധിക്കപ്പെട്ടപ്പോൾ രാജ്യത്തെ നിയമവ്യവസ്ഥയെ തകർക്കാൻ ശ്രമിക്കുന്ന സ്വാധീനത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണെന്ന് അവൻ ഊന്നിപ്പറഞ്ഞു. അവന്റെ വാക്കുകളിലെ സത്യസന്ധതയും ഗൗരവവും ആ ഉദ്യോഗസ്ഥനെ തൃപ്തനാക്കി. നിമിഷങ്ങൾക്കകം പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേസ് അന്വേഷണ ചുമതല ഏറ്റെടുക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കപ്പെട്ടു. ഈ നീക്കം രാഘവനെ അപമാനിച്ച് വിട്ടയച്ച പോലീസുകാരുടെ മനോവീര്യം തകർത്തു. അവർ പരിഭ്രാന്തരായി പരസ്പരം നോക്കി. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. രാഷ്ട്രീയ നേതാവിന്റെ മകനായ സിദ്ധാർത്ഥിന് ഈ വാർത്ത കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. "നിന്റെ മകൻ ഡൽഹിയിലിരുന്ന് എന്ത് കളിച്ചാലും ഇവിടെ ഒന്നും നടക്കില്ല." അവൻ രാഘവനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി. എന്നാൽ അവൻ അറിയാതെ പോയ ഒരു കാര്യമുണ്ടായിരുന്നു. ഈ കളി അവന്റെ അച്ഛന്റെ അധികാരത്തെക്കുറിച്ചുള്ളതല്ലായിരുന്നു, മറിച്ച് അർജുന്റെ ശക്തിയെക്കുറിച്ചായിരുന്നു. സിദ്ധാർത്ഥ് ഫോൺ കട്ട് ചെയ്തപ്പോൾ രാഷ്ട്രീയ നേതാവായ ജയരാജ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇരിക്കുകയായിരുന്നു. ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കോൾ വന്നു. "ജയരാജ്, നിങ്ങൾ അറിഞ്ഞോ? നിങ്ങളുടെ മകനെതിരെ ഡൽഹിയിൽ നിന്ന് അന്വേഷണം വരുന്നുണ്ട്." ജയരാജിന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. അധികാരത്തിന്റെ കളി തുടങ്ങിയിരുന്നു. ജയരാജ് ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചു. ആ ട്രാഫിക് ജംഗ്ഷനിലെ CCTV ദൃശ്യങ്ങൾ ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്യണം. അവന്റെ നിർദ്ദേശം കേട്ടപ്പോൾ പോലീസുകാർക്ക് പേടിയായി. എന്നാൽ ഡൽഹിയിൽ നിന്ന് വരുന്ന അന്വേഷണ സംഘത്തെ തടയാനുള്ള ജയരാജിന്റെ അവസാനത്തെ ശ്രമമായിരുന്നു അത്. അതേസമയം നഗരത്തിലെ ഒരു പഴയ പോലീസ് സ്റ്റേഷൻ മുറിയിൽ അർജുന്റെ നേതൃത്വത്തിൽ വന്ന പ്രത്യേക അന്വേഷണ സംഘം തലവനായ ഇൻസ്പെക്ടർ ശ്രീജിത്ത് ഫയലുകൾ പരിശോധിക്കുകയായിരുന്നു. ഔദ്യോഗികമായി CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ലെന്ന് പ്രാദേശിക പോലീസ് സ്റ്റേഷൻ അറിയിച്ചു. എന്നാൽ ശ്രീജിത്ത് ഒരു നിമിഷം ആലോചിച്ചു. പോലീസുകാർ നോക്കിയത് സർക്കാർ സ്ഥാപനങ്ങളിലെ ക്യാമറകൾ മാത്രമാണ്. ആ ജംഗ്ഷനിലെ ഒരു കടയിൽ ഒരു സ്വകാര്യ ക്യാമറയുണ്ടെന്ന് എനിക്കൊരു സൂചന കിട്ടിയിട്ടുണ്ട് എന്ന് ശ്രീജിത്ത് ഒരു ഫയലിൽ കുറിച്ചുവെച്ചു. ഒരു ചെറിയ പ്രതീക്ഷയുടെ കിരണമായിരുന്നു. അത്തതോടെ അന്വേഷണം പുതിയ ദിശയിലേക്ക് നീങ്ങി. അർജുൻ അയച്ച പ്രത്യേക അന്വേഷണ സംഘം തലവനായ ശ്രീജിത്തന്റെ സഹപ്രവർത്തകനായ CI
സുരേഷിനൊപ്പം നഗരത്തിലെ ട്രാഫിക് ജംഗ്ഷനിലെത്തി. പുറത്ത് മഴ ചാറുന്നുണ്ടായിരുന്നു. അത് നഗരത്തിലെ തിരക്കിന് ഒരു മന്ദത വരുത്തി. ജംഗ്ഷനിലെ കടയുടമയെ അവർ കണ്ടു. ആ മനുഷ്യന് തുടക്കത്തിൽ പേടിയുണ്ടായിരുന്നു. പോലീസുകാർക്ക് എന്താണ് വേണ്ടത്? അയാൾ സംശയത്തോടെ ചോദിച്ചു. ശ്രീജിത്ത് സൗമ്യമായി കാര്യങ്ങൾ വിശദീകരിച്ചു. ഡൽഹിയിൽ നിന്നാണ് വരുന്നതെന്നും ഇത് സത്യം കണ്ടെത്താനുള്ള അന്വേഷണമാണെന്നും പറഞ്ഞു. രാഘവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കടയുടമയുടെ മുഖത്ത് ഒരു സഹതാപം വന്നു. ആ പാവത്തിനെ ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല എന്ന് അയാൾ പറഞ്ഞു. മറുവശത്ത് ജയരാജിന്റെ ആളുകൾ രാഘവന്റെ വീട്ടിലെത്തി. അവർ അയാളെയും ഭാര്യയെയും ഭീഷണിപ്പെടുത്തി. നിന്റെ മകന്റെ ഡൽഹിയിലെ ജോലി കൊണ്ട് ഞങ്ങൾക്കൊരു ചുക്കുമില്ല. നീ പരാതി പിൻവലിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കില്ല. രാഘവൻ ഭയന്നുപോയി. എന്നാൽ ഭാര്യയുടെ മുഖത്ത് ദൃഢനിശ്ചയമായിരുന്നു. ഞങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കും, അവൾ ധൈര്യത്തോടെ പറഞ്ഞു. ഈ വെല്ലുവിളികൾക്കിടയിലും അർജുൻ ഡൽഹിയിൽ നിന്ന് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പ്രാദേശിക പോലീസിന്റെ സഹായം തേടാൻ അവൻ ശ്രമിച്ചെങ്കിൽ ജയരാജിന്റെ സ്വാധീനം കാരണം ആ ശ്രമങ്ങളെല്ലാം വിഫലമായി. പോലീസുകാർ ഒളിച്ചുകളിച്ചു. പക്ഷേ അർജുൻ പ്രതീക്ഷ കൈവിട്ടില്ല. തന്റെ ഔദ്യോഗിക പദവി നേരിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ഈ വിഷയം പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു. അതിന്റെ ഫലമായി രാഘവന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഒരു പുതിയ ടീം രൂപീകരിക്കപ്പെട്ടു. ജയരാജിന്റെ ആളുകൾക്ക് അതൊരു തിരിച്ചടിയായിരുന്നു. അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ഒരു പുതിയ കാര്യം വെളിപ്പെട്ടു. രാഘവന്റെ അടുത്ത സുഹൃത്തായ ബാബു സിദ്ധാർത്ഥിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. രാഘവന്റെ ഓരോ നീക്കങ്ങളും അയാൾ സിദ്ധാർത്ഥിന് ചോർത്തി നൽകി. പോലീസിൽ പോകരുതെന്ന് ബാബു ആദ്യം രാഘവനെ ഉപദേശിച്ചത് അതുകൊണ്ടായിരുന്നു. ഈ ചതി രാഘവനെ വല്ലാതെ വേദനിപ്പിച്ചു. ബാബുവിനെ സഹോദരനെപ്പോലെയാണ് രാഘവൻ കരുതിയിരുന്നത്. എന്നാൽ ഈ ഇരുട്ടിൽ ഒരു പ്രകാശകിരണം പോലെ ഒരു യുവ പോലീസ് ഉദ്യോഗസ്ഥൻ ഇൻസ്പെക്ടർ രാഹുൽ രഹസ്യമായി അർജുന്റെ അന്വേഷണ സംഘത്തെ സഹായിക്കാൻ തീരുമാനിച്ചു. അഴിമതിക്കും അനീതിക്കുമെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അയാൾ. രാഷ്ട്രീയ നേതാവിന്റെ ദുഷ്പ്രവൃത്തികളിൽ അയാൾക്ക് അതൃപ്തിയുണ്ടായിരുന്നു. രാഷ്ട്രീയത്തിന് നിർണായക വിവരങ്ങൾ കൈമാറിയത് തെളിവുകൾ ശേഖരിക്കാൻ സഹായിച്ചു. കൂടാതെ അർജുന്റെ ഓഫീസിലെ ഒരു സാധാരണ ജീവനക്കാരനായ സുനിൽ ഒരു ഫയലിൽ രാഘവന്റെ കേസ് രേഖപ്പെടുത്തിയത് ശ്രദ്ധയിൽപ്പെട്ടു. സുനിലിന്റെ ഒരു ബന്ധുവിനും ഇതുപോലെ നീതി നിഷേധിക്കപ്പെട്ടിരുന്നു. അതിനാൽ അർജുന് പൂർണ്ണ പിന്തുണ നൽകാൻ സുനിൽ തീരുമാനിച്ചു. അവൻ ഈ കേസിന്റെ ഫയൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഇതോടെ ഈ കേസ് ഒരു വ്യക്തിപരമായ കാര്യത്തിനും അപ്പുറം രാജ്യത്തെ നിയമവ്യവസ്ഥയുടെ ശക്തിയുടെ പ്രതീകമായി മാറി. അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടുകൾ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കും സിദ്ധാർത്ഥിനുമെതിരെ നടപടിയെടുക്കാൻ കോടതി ഉത്തരവിട്ടു. ലോട്ടറി വിൽപ്പനക്കാരനെ അപമാനിച്ച പോലീസുകാർക്ക് സസ്പെൻഷൻ ലഭിച്ചു. അവരുടെ ചില സഹപ്രവർത്തകരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനും ഉത്തരവിട്ടു. ഈ വിഷയത്തിൽ ഇടപെട്ട് നിയമത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച രാഷ്ട്രീയ നേതാവായ ജയരാജിന്റെ രാഷ്ട്രീയ ഭാവിയും നശിച്ചു. തന്റെ സ്വാധീനം നഷ്ടപ്പെട്ട ജയരാജിന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അർജുന്റെ പ്രവൃത്തികൾ ഒരു വ്യക്തിപരമായ പ്രതികാരത്തിനുമപ്പുറം ഒരു സാധാരണക്കാരന് നീതി ലഭിക്കാൻ വേണ്ടി എങ്ങനെ ഒരു മകന്റെ മനസ്സ് പ്രവർത്തിച്ചുവെന്ന് കാണിച്ചു തരുന്നു. അർജുൻ തന്റെ ഉയർന്ന പദവി ദുരുപയോഗം ചെയ്യാൻ ശ്രമിച്ചില്ല, പകരം രാജ്യത്തിന്റെ നിയമങ്ങളെ ബഹുമാനിച്ചു. കേസിനു ശേഷം രാഘവന്റെ ജീവിതം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നു. നഗരത്തിലെ ജനങ്ങൾ അയാളെ കൂടുതൽ ബഹുമാനത്തോടെ നോക്കി. രാഘവന്റെ മനസ്സിൽ മകനോടുള്ള സ്നേഹവും അഭിമാനവും വർദ്ധിച്ചു. ലോട്ടറി ടിക്കറ്റുകൾ വിൽക്കുമ്പോൾ അയാൾക്ക് ഇപ്പോൾ കൂടുതൽ ആത്മവിശ്വാസം തോന്നി. കാരണം താൻ ഒറ്റയ്ക്കല്ലെന്നും തന്റെ പിന്നിൽ സത്യവും നിയമവുമുണ്ടെന്നും അയാൾ മനസ്സിലാക്കി. അനീതിക്കെതിരെ പോരാടാൻ സാധാരണക്കാരനും കഴിയുമെന്ന് ഈ സംഭവം കാണിച്ചു തരുന്നു. രാഘവന്റെ കഥ നഗരത്തിലെ എല്ലാ സാധാരണക്കാർക്കും ഒരു പ്രതീക്ഷയായി മാറി. അർജുൻ തന്റെ കരിയറിലെ വലിയൊരു ത്യാഗം ചെയ്തുകൊണ്ട് തന്റെ കുടുംബത്തെ സംരക്ഷിച്ചു. ഈ സംഭവം അവരുടെ കുടുംബത്തെ കൂടുതൽ അടുപ്പിച്ചു.